നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് IVFന്റെ കോസ്റ്റിൽ ഫൈനാൻഷ്യൽ ഹെൽപ്പോടുകൂടി നല്ല ഒരു IVF സെൻറ്ററിൽ നല്ല ക്വാളിറ്റി ഇഞ്ചെക്ഷൻസും നല്ല ക്വാളിറ്റി മെഡിസിൻസും ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡോട് കൂടി IVF ചെയ്യാൻ സാധിക്കുമെന്ന്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസ് ഒക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് അതിലോട്ട് മെസ്സേജ് ചോദിക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. IVFന്റെ കോസ്റ്റ് ഓരോ സെൻറ്ററിലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ കാരണം പലതാണ്. അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ, അവിടുത്തെ എംബ്രിയോളജിസ്റ്റിൻ്റെ സ്കിൽസിൽ, അവിടുത്തെ ലാബിൻ്റെ എക്യുപ്മെൻറ്റ് ക്വാളിറ്റിയെ ബേസ് ചെയ്യും. ഏതൊക്കെ ഇഞ്ചെക്ഷൻസ് ആണ് IVFൽ യൂസ് ചെയ്യുന്നത്, ഇഞ്ചെക്ഷൻസിൻ്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ IVFൻ്റെ റിസൾട്ടിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ IVFൻ്റെ റിസൾട്ടിനെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ IVFന് ഫൈനാൻഷ്യൽ ഹെൽപ്പ് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേതാണ് ഇൻഷുറൻസ് കമ്പനീസ്. ചില ഇൻഷുറൻസ് കമ്പനീസ് IVFന്റെ ഒരു അപ്പർ ലിമിറ്റ് മെഡിക്കൽ ഇൻഷുറൻസിന് അണ്ടർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ IVF ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻഷുറൻസ് കമ്പനീസിൽ അതൊന്ന് തിരക്കുക. നെക്സ്റ്റ് ആണ് കോർപ്പറേറ്റ് ഇൻഷുറൻസ്. അപ്പോൾ ഇതിൽ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇപ്പോഴൊക്കെ IVF സൈക്കിൾസിന് അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന ഓപ്ഷനിലും ഇൻഷുറൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ അണ്ടറിലും നിങ്ങൾക്ക് IVF ചെയ്യിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് പാനൽസ്. ഇൻഫാക്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാനലിലും ഒരു അപ്പർ ലിമിറ്റ് ഡിസൈഡഡ് ആണ്. IVFൻ്റെ കോസ്റ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ അതിലും ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ആണ് തേർഡ് പാർട്ടി. ചില കമ്പനീസും ഹോസ്പിറ്റലുമായിട്ട് കൂടെ ടൈ അപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ലോൺ ഒരുപാട് ലോ ഇൻട്രസ്റ്റിലായിരിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രീതിയിൽ തന്നെ അത് എപ്പോഴാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 6 മാസമോ 8 മാസമോ 12 മാസമോ ഒക്കെ എടുത്ത് അത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് അവർ അതിൻ്റെ കിസ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഈ എല്ലാ ഫൈനാൻഷ്യൽ എയ്ഡ്സും യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബേർഡനെ ഒന്ന് കുറച്ചിട്ട് IVF ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ഫാമിലിയുടെ ചെലവ് പോലെ തന്നെ IVFന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ IVF ചെയ്യിക്കുക. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം പൂവണിയിക്കാവുന്നതാണ്. പിന്നെ IVFന്റെ കോസ്റ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് നോർമലി ഇൻക്ലൂഡ് ആകേണ്ടത്, അതും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം നിങ്ങൾ IVF ചെയ്യുന്ന സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു പാക്കേജ് ഓഫർ അവർ തന്നാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകണം, വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടത്, അതുകൂടി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്.
വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസ് ഒക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ.